മസ്കിന്റെ സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് പ്രോട്ടോടൈപ്പ് വിക്ഷേപിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തകർന്നു വീണു. മനുഷ്യനെ ചന്ദ്രനിലേക്കും ക്രമേണ ചൊവ്വയിലേക്കും എത്തിക്കുന്നതിനായി ലക്ഷ്യമിട്ട് സ്പേസ് എക്സ് വികസിപ്പിക്കുന്ന റോക്കറ്റ് സംവിധാനമാണ് സ്റ്റാർഷിപ്പ്. വെള്ളിയാഴ്ച വൈകുന്നേരം 5:38 സൗത്ത് ടെക്സസിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പരീക്ഷണ സാറ്റലൈറ്റിനെയും വഹിച്ചുകൊണ്ടുള്ള സ്റ്റാർഷിപ്പിന്റെ വിക്ഷേപണം. പറന്നുയർന്ന് 8 മിനിറ്റുകൾക്ക് ശേഷം സ്പേസ് എക്സ് മിഷൻ കൺട്രോളിന് സ്റ്റാർഷിപ്പുമായി ബന്ധം നഷ്ടമായി മസ്കിന്റെ സ്റ്റാർഷിപ്പ് പ്രോട്ടോടൈപ്പ് തകർന്നു വീണു. ശാസ്ത്രലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന സ്റ്റാർഷിപ്പ് 7ാം പരീക്ഷണത്തിന് നാടകീയ അന്ത്യമായിരുന്നു ഉണ്ടായിരുന്നത്. മെക്സിക്കൻ കടലിന് മുകളിലൂടെ പോകേണ്ട ഏതാനും വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതിനാൽ സ്റ്റാർഷിപ്പിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ സാധിച്ചു. ഹെയ്തിയുടെ തലസ്ഥാനമായ പോർട്ടോ പ്രിൻസിന് മുകളിൽ ഓറഞ്ച് നിറത്തിലുള്ള പ്രകാശഗോളങ്ങൾ ആകാശത്ത് പരന്നു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. സ്റ്റാർഷിപ്പിന്റെ സൂപ്പർ ഹെവി ബൂസ്റ്ററിൽ നിന്ന് വിട്ടുമാറിയ അപ്പർ സ്റ്റേജാണ് പൊട്ടിത്തെറിച്ചത്. ബൂസ്റ്റർ വിജയകരമായി താഴേക്കെത്തുകയും ലോഞ്ചിംഗ് പാഡിലെ കൂറ്റൻ യന്ത്രക്കൈകൾ അതിനെ സുരക്ഷിതമായി പിടിച്ചെടുക്കുകയും ചെയ്തു. വിക്ഷേപിച്ച് മിനിറ്റുകൾക്കകം തന്നെ സൂപ്പർ സോണിക് വേഗതയിലുള്ള സൂപ്പർ ഹെവി ബൂസ്റ്ററിന്റെ വേഗത കുറഞ്ഞതാണ് തകർച്ചയ്ക്ക് കാരണമായത്. വലിയ മുഴക്കത്തോടെയാണ് സ്റ്റാർഷിപ്പ് പൊട്ടിത്തെറിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഞങ്ങൾക്ക് സ്റ്റാർഷിപ്പുമായുള്ള എല്ലാ ആശയവിനിമയവും നഷ്ടമായി. അപ്പർ സ്റ്റേജ് ഘട്ടത്തിൽ അപാകതകൾ ഉണ്ടെന്നാണ് അത് വ്യക്തമാക്കുന്നതെന്ന് സ്പേസ് എക്സ് കമ്മ്യൂണിക്കേഷൻ മാനേജർ ഡാൻ ഹുത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വിജയം സുനിശ്ചിതമല്ല, എന്നാൽ വിനോദം ഉറപ്പാണെന്നാണ് സ്റ്റാർഷിപ്പ് അവശിഷ്ടങ്ങൾ താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മസ്ക് എക്സിൽ കുറിച്ചത്. ഇതിനു മുൻപ് മാർച്ചിൽ നടത്തിയ സ്റ്റാർഷിപ്പ് വിക്ഷേപണവും പരാജയപ്പെട്ടിരുന്നു. എങ്കിലും ഇത് വ്യോമഗതാഗതത്തെ ബാധിക്കുന്നത് ഇതാദ്യമായാണ്. 2023 മസ്ക് സ്റ്റാർഷിപ്പ് വിക്ഷേപണങ്ങൾ ആരംഭിക്കുന്നത്. 7ാമത്തെ പരീക്ഷണമായിരുന്നു ഇന്നലത്തേത്. പുനരുപയോഗം സാധ്യമാകുന്ന ഈ വിക്ഷേപണ വാഹനം ചൊവ്വ ചന്ദ്രയാത്രകളുടെ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. വാണിജ്യ വിക്ഷേപണങ്ങൾ, ബഹിരാകാശ ടൂറിസം തുടങ്ങി പലവിധ വാണിജ്യ താൽപര്യങ്ങൾ സ്പേസ് എക്സിനുണ്ട്. ആർടെമിസ് ഉൾപ്പെടെ നാസയുടെ ഭാവി ദൗത്യങ്ങൾക്കും ഈ വിക്ഷേപണ വാഹനം ഉപയോഗിക്കാനാകുമെന്നാണ് കരുതുന്നത്.